ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബി റെഡി വിത്ത് ആദി. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രെൻഡിങ് സ്മോക്കി ഐസ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കാരണം ഈസി ആയിട്ട് സ്മോക്കി ഐസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്ന് എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ആ സ്വീറ്റ് ഫാമിലി. പിന്നെ ഐ മേക്കപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണെഴുതുമ്പോൾ തന്നെ നമ്മളെ ഫേസിലൊരു പ്രത്യേക മാറ്റമാണ് വരിക അല്ലേ. നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ ഒരു പെർഫെക്റ്റ് ലുക്കാണ് നമ്മളെ ഫേസിന് കിട്ടുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കണ്ണെഴുതുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു ഫേസിലൊരു പ്രത്യേക മാറ്റമാണ് വരുത്തുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെ സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ കണ്ണൊന്ന് വലിച്ചു പിടിക്കുക. എന്നിട്ട് നമ്മൾ കാജലെടുത്തിട്ട് മുകളിൽ ഒന്ന് ലൈൻ ചെയ്യാം. നമ്മൾ വൃത്തിയായിട്ട് ലൈൻ ചെയ്യണമെന്നൊന്നുമില്ല, കാരണം സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ സ്മഡ്ജ് ചെയ്യുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ആകെ ചെയ്യേണ്ടത് നമ്മൾ നല്ല കട്ടിയായിട്ട് വരയ്ക്കാമെന്ന് മാത്രം. കട്ടിയിൽ വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് അവിടെ ലൈറ്റായിട്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ ആ ഒരു എന്താ പറയുക ഒരു എടുത്ത് കാണിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ലൈറ്റായിട്ട് പോയിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്യുന്ന സമയത്ത് ലൈറ്റായിട്ടുണ്ടെങ്കിൽ കൂടി പിന്നെ എഴുതി കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ നമ്മൾ ഒന്ന് തിന്നായിട്ടൊരു ഐലൈനർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജെൽ ലൈനർ ഉണ്ടെങ്കിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. അതായത് ഫസ്റ്റ് ലെയർ മാത്രം, കാരണം അവിടെ ഒന്ന് ഡാർക്കായിട്ട് കാണിക്കുമ്പോഴേ നമ്മളെ കണ്ണൊന്ന് ഡിഫൈൻഡ് ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എഴുതുന്ന സമയത്ത് ഇന്ന കോർണറിലാണെങ്കിലും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കണ്ണിൻ്റെ വലുപ്പത്തിനേക്കാളും ഒന്നുകൂടി കുറച്ചൊന്ന് നീട്ടി വരയ്ക്കുമ്പോൾ മാത്രമേ അത് എഴുതി കഴിയുന്ന സമയത്തൊരു വലുപ്പം തോന്നിക്കുള്ളൂ കണ്ണിന്. അപ്പോൾ ഈ സ്മോക്കി ഐസൊക്കെ ആകുമ്പം വലുതായിട്ട് ഒന്ന് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു ലുക്കിൽ നമ്മൾ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും നമ്മൾ സ്മഡ്ജ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ അത്ര അങ്ങോട്ട് എടുത്ത് കാണിക്കുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ സ്മഡ്ജ് ചെയ്തിട്ട് ചെയ്യണമെന്നില്ല. ഐലൈനർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്തിട്ട് താഴെ മാത്രം ഒരു സ്മോക്കി എഫക്റ്റ് കൊടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടും ഈസി വേ ആണ്. അതിനുശേഷം ഒരു ക്യൂട്ടിപ്പ് എടുക്കുക. നമ്മൾ ഇയർബഡ്സ് എന്ന് പറയില്ലേ, അതെടുത്തിട്ട് നമ്മൾ എഴുതിയതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നതെന്ന് അറിയാത്ത രീതിയിൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഐ മേക്കപ്പിൻ്റെ ഭംഗി തന്നെ കാണിക്കുന്നത് ആ സ്മഡ്ജ് ചെയ്യുമ്പോഴാണ്. കാരണം അവിടെ ഒരു മുകൾ ഭാഗത്തും താഴെയാണെങ്കിലും ഒന്ന് എന്താ പറയുക ഒന്ന് പരന്ന് ലൈറ്റായിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളിപ്പോൾ തൊട്ടടുത്ത് നിന്ന് കാണുന്നതിനേക്കാളും നമ്മൾ ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് ഈ ഒരു ലുക്കിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഷെയ്ഡിങ് പോലെ തോന്നിക്കണം. അതിന് നമ്മൾ എഴുതിയിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ താഴെയും എഴുതിയിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഇന്നർ കോർണറിലേക്ക് നമ്മൾ ഇങ്ങനെ കൂടുതൽ സ്മഡ്ജ് ചെയ്ത് വീതിക്ക് വരയ്ക്കരുത്, കാരണം അവിടെ കുറച്ച് തിന്നായിട്ടും പിന്നെ നമ്മളിങ്ങനെ കട്ടി കൂടിയാണ് ഇരിക്കേണ്ടത്. അപ്പോഴാണ് കണ്ണിനൊരു ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു രീതിയിൽ കണ്ണെഴുതുന്ന സമയത്ത് നിങ്ങൾ ഈ കാജലിന് പകരം ജെൽ ലൈനർ യൂസ് ചെയ്യാതിരിക്കാം. കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് എന്താ പറയുക കട്ടിയായിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ സ്മഡ്ജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ എന്താ പറയുക നമ്മളെ കണ്ണിന് വേദനിക്കും, പിന്നെ എന്താ പറയുക അവിടെ ചുളിവ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാജൽ തന്നെ യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു ഐലൈനർ എടുത്തിട്ട് നമ്മൾ വാട്ടർ ലൈൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. കാരണം അപ്പോഴേ നമ്മൾ എന്താ പറയുക സ്മഡ്ജ് ചെയ്തതിൻ്റെ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടുള്ളൂ. കാരണം ഉള്ളിൽ ഡാർക്കായിട്ടും ഒരു ലൈൻ ചെയ്തൊരു ഡിഫൈൻഡ് ആയിട്ടും ഇരിക്കണം, പുറത്തേക്ക് സ്പ്രെഡ് ആയിട്ടിരിക്കുന്ന പോലെ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ബ്രൗൺ കളറ് ഐ ഷാഡോ ചെയ്യാം. അതെന്ന് പറയുന്നത് നമ്മൾ ലൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിലൂടെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കാജൽ എഴുതിയിരിക്കുന്നതും പിന്നെ ഐ ഷാഡോയും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അറിയുമ്പം ഈ ഒരു എന്താ പറയുക ഒരു ഭംഗി ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ മുകളിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ താഴെയും ഈ ബ്രൗൺ കളർ ഐ ഷാഡോ വെച്ചിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം.
താഴെയും നമ്മൾ കാജൽ എഴുതിയ പോലെ തന്നെ ഇന്നർ കോർണറിലേക്ക് നമ്മൾ തിന്നായിട്ടും ബാക്കിലേക്ക് നമ്മൾ കുറച്ച് വലുതായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ഞാനിവിടെ മെബിലൈൻ്റെ കൊളോസലാണ് എടുത്തിരിക്കുന്നത്. മസ്കാര അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ മുകളിൽ മാത്രമല്ല താഴെയും 2 ലാഷസിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം മാത്രമേ കണ്ണിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഞാനിവിടെ ഡാസ്ലറിൻ്റെ കാജലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി ഡാർക്കായിട്ട് എഴുതുന്ന ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഷേംബറിൻ്റെ കോൽ പെൻസിലോ അല്ലെങ്കിൽ ലാക്മേയുടെ ഐക്കോണിക്കോ അല്ലെങ്കിൽ ലോറിയലിൻ്റെ ട്വിസ്റ്റഡ് കാജലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിലും കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടും കേട്ടോ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി വരും, അതുകൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് കൂടി എളുപ്പത്തിൽ കാണാൻ സാധിക്കും. പിന്നെ ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.